നമ്മളുടെ ഫോണിന്റെ റേഡിയേഷൻ ഒന്ന് നോക്കിയാലോ? ഫോണിന് റേഡിയേഷൻ ഉണ്ടോ? ഉണ്ടാവുമല്ലോ. കാരണം ഫോണിൽ വരുന്ന തരംഗങ്ങള് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനെ ബാധിക്കും എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ട്. ഇതിലൂടെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാറുണ്ട്. എന്നാൽ എന്താണ് റേഡിയേഷൻ എന്നുള്ളത് നോക്കിയാലോ? നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഫോണിന്റെ റേഡിയേഷനെ SAR വാല്യൂ എന്നാണ് പറയുക. സാർ വാല്യൂ. ഹെഡ് സാർ എന്നുള്ളത് ഫോൺ ചെവിയോട് ചേർത്ത് പിടിക്കുമ്പോൾ വരുന്നതും, ബോഡി സാർ എന്നുള്ളത് ഫോൺ പോക്കറ്റിലോ അല്ലെങ്കിലോ കയ്യിലൊക്കെ വെക്കുമ്പോൾ, എന്ന് വെച്ചാൽ ബോഡിയുടെ ഒരു 1.5 സെന്റിമീറ്റർ അകലത്തിൽ വെക്കുമ്പോഴുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ഇതിന്റെ പരിധി, അതായത് ബോഡി സാർ എന്നുള്ളത് 1.6 ആണ്. 2013 സെപ്റ്റംബർ 1 മുതൽ ഈ പരിധിയിലുള്ള മൊബൈൽ ഫോണുകളെ ഇന്ത്യയിൽ നിർമ്മിക്കാനോ ഇറക്കുമതി ചെയ്യാനോ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 1.6ന്റെ ഉള്ളിലാണ് സാർ പരിധി വേണ്ടത്. നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര റേഡിയേഷൻ എന്നുള്ളത് നോക്കിയാലോ? മൊബൈൽ ഫോൺ എടുക്കുക, അതിന്റെ ഡയലറില് *#07# എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും, കണ്ടോ? ഇന്ത്യ 1G സാർ ലിമിറ്റ് 1.6 വെയിറ്റ് പെർ kg. ഇപ്പൊ എന്റെ ഫോണിൽ ഹെഡ് 0.984ഉം ബോഡി 0.943ഉം ആണ്. ഇങ്ങനെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ അറിയാൻ പറ്റും *#07#. ഇനി ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിലോ? ഐഫോണിന്റെ സെറ്റിംഗ്സിൽ പോവുക, അതില് ജനറൽ എന്ന് കാണും. ജനറൽ പോവുക, ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതില് ലീഗൽ ആൻഡ് റെഗുലേറ്ററി എന്നുള്ളത് കാണും, കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ മോഡൽ നമ്പർ എന്താന്നുള്ളത് ഇവിടെ ഉണ്ടാകും, അത് നോക്കി വെക്കുക. അതിനുശേഷം മുകളിലുള്ള RF എക്സ്പോഷർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിലൊരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കറക്റ്റ് അത് സൈറ്റിൽ പോയിട്ട് ഇത് എങ്ങനെ കാണിക്കും. ഇപ്പൊ അതിൽ മോഡൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫോണിന്റെ മോഡൽ നമ്പർ പ്രകാരം കണ്ടോ, ഏറ്റവും താഴത്ത് ഹെഡ് 1.20യും ബോഡി 1.19ഉം ആണ്. അതായത് ഇന്ത്യയിലുള്ള SARന്റെ പരിധിക്കുള്ളിലാണ്. ഇനി ഫോണിന്റെ റേഡിയേഷൻ മൂലം ക്യാൻസർ ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ പല സോഷ്യൽ മീഡിയയിലും പല മാധ്യമങ്ങളിലും കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിനൊന്നും ശാസ്ത്രീയമായിട്ട് ഒരു തെളിവുമില്ല. ഈ ഫോൺ മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള ഒരേ ഒരു തെളിവ് ഉറക്കമില്ലായ്മ എന്നുള്ളതാണ്. അതിന് കാരണവും സ്ക്രീൻ ടൈം തന്നെയാണ്. നമ്മൾ കുറെ നേരം രാത്രിയൊക്കെ ഈ സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലെ വെളിച്ചം കാരണം നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത കുറയുന്നത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഫോൺ കണ്ടുകൊണ്ട് അതിനുശേഷം തലയണക്കിടയിൽ തിരികെ വെച്ചിട്ട് ഉറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർ അവിടെ തന്നെ വെച്ചിട്ട് ചാർജിലും കുത്തിയിടാറുണ്ട്. വായു സഞ്ചാരം ഇല്ലാത്തത് കൊണ്ട് ഫോൺ വല്ലാതെ ചൂടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അത് ഒഴിവാക്കുക. പിന്നെ ഒരുപാട് ലോങ് കോളുകളൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പീക്കറിലിടുക. റേഞ്ച് കുറവുള്ള സമയത്ത് നീണ്ട കോൾ ചെയ്യാതിരിക്കുക. കാരണം റേഞ്ച് കുറവുള്ള സമയത്ത് റേഡിയേഷൻ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഫോണിന്റെ SAR വാല്യൂ എത്രയാണ്? അതോടൊപ്പം ഫോണിന്റെ മോഡൽ നമ്പറും കൂടെ ചേർത്തിട്ടൊന്ന് കമന്റ് ചെയ്യോ? എത്രയാണെന്നുള്ളത് അറിയാലോ? ഓക്കെ.